ഇപ്പോൾ പാലായിൽ ഷോൺ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോ പുരോഗമിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും പോകാം. അരുൺ കൊടുങ്ങൂരും ചേരുന്നു. ഒപ്പം അരുൺ, പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ബൈക്ക് റാലിയാണല്ലോ പുരോഗമിക്കുന്നത്. റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അണിനിരക്കുന്നുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണോ പ്രവർത്തകരും അണികളും എല്ലാവരും? ഇവരെ കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി ധാരാളം ജനവും എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ? തീർച്ചയായും പാലയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു റോഡ് ഷോയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. അത്ര വലിയ രീതിയിലേക്കുള്ള ഒരു ഇരുചക്ര വാഹന റാലി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് ആവേശം ഇരട്ടി തീർത്തുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഈ ആവേശം പാലായിലെ നമുക്കറിയാം ഈ സവിശേഷമായ സാഹചര്യം നമുക്കറിയാം. സംസ്ഥാനത്ത് ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന, ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ഭൂമിയാണ് പാല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആവേശത്തോടെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വലിയ പോരാട്ടം തന്നെ നടക്കുന്നു. അവിടെ വലിയൊരു കരുത്തായി തന്നെ സുരേഷ് ഗോപി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ റോഡ് ഷോ കൂടി ഇവിടെ നടക്കുകയാണ്. എന്തായാലും മണ്ഡലം ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ഭരണങ്ങാനത്തു നിന്നാണ് ആ റോഡ് ഷോ ആരംഭിച്ചത്. ആ റോഡ് ഷോ ഇപ്പോൾ നിലവിൽ പാലാ നഗരത്തിലേക്ക് അടുക്കുകയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി, ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തോടെ തന്നെയാണ് പ്രവർത്തകരൊക്കെ തന്നെയും പങ്കെടുക്കുന്നത്. എന്തായാലും സവിശേഷമായ ഒരു സാഹചര്യം പാലായിൽ ഇക്കുറിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കുന്നു. ബൂത്ത് തലത്തിൽ മുതലുള്ള ഒരു ശക്തമായ പോരാട്ടം ഇവിടെയൊക്കെ തന്നെയും നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ റോഡ് ഷോ ഇപ്പോൾ ഈ ഒരു പാലാ നഗരത്തിലേക്ക് വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് പാലായിലെ ഷോൺ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോ. ബൈക്ക് റാലിയാണ് പുരോഗമിക്കുന്നത്. സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട് റോഡ് ഷോയിൽ. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അരുണിലേക്ക് പോകാം. അരുൺ, വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ. കാരണം നമുക്കറിയാം നാളെയാണ് കൊട്ടിക്കലാശം. അതിനു മുൻപ് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണണം, വോട്ടുറപ്പിക്കണം എല്ലാവരിൽ നിന്നും. അത്തരത്തിലുള്ള ഒരു തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം പാലായിൽ അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് ഇത്തവണ ഉണ്ടാകുന്നത്. NDAയുടെ യുവ മുഖമാണ്. അതുമാത്രമല്ല വിവിധ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ എപ്പോഴും ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷോൺ ജോർജ്. അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധേയമായതാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ടാക്സ് വെട്ടിപ്പിലടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഷോൺ ജോർജിൻ്റെ നിർണായക പങ്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ ആവേശം നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള ആ റോഡ് ഷോയിൽ വലിയ രീതിയിൽ ആളുകൾ അണിനിരക്കുന്നതും അഭിവാദ്യം അർപ്പിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? പാലായിലെ ഷോൺ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. അരുൺ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പാലായിൽ എന്തായാലും ആവേശമായിരിക്കുകയാണ് ഷോൺ ജോർജിന്റെ ബൈക്ക് റാലി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ചേർന്നതോടെ അങ്ങനെ ആവേശം ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന
ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ്. ബൈക്ക് റാലിയാണ് ഇപ്പോൾ നടക്കുന്നത്. അരുണിലേക്ക്. അരുൺ, ആവേശം എത്രത്തോളമാണ്? കാരണം നമുക്കറിയാം ഷോൺ ജോർജ് എന്നുള്ളത് ഏറെ ജനകീയനായ ഒരു യുവമുഖം കൂടിയാണ്. NDA സ്ഥാനാർത്ഥിയാകുന്ന ഷോൺ ജോർജ് നമുക്കറിയാം നിരവധി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലൊക്കെ എപ്പോഴും ഇടപെടുന്ന വ്യക്തി കൂടിയാണ്, നിയമ പോരാട്ടങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന്റെ ആ സ്ഥാനാർത്ഥിത്വം വലിയ ആവേശം തന്നെയാണ് അണികളിലും പ്രവർത്തകരിലും ഒക്കെ ഉണ്ടാക്കിയത്. പാലായിൽ ഏത് രീതിയിലാണ് ആ ആവേശം അലയടിക്കുന്നത്? തീർച്ചയായും ഈ റോഡ് ഷോയിൽ കൃത്യമായി തന്നെ കാണാം, ഇരുചക്ര വാഹന റാലിയിൽ കൃത്യമായി കാണാം പാലയുടെ പൾസ് എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആവേശമായി തന്നെ കേന്ദ്രമന്ത്രി കൂടി ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു വലിയ ഒരു ആവേശം ഇവിടെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാലയെ സംബന്ധിച്ചോളം അഭിമാനകരമായുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഇത്ര വലിയൊരു റോഡ് ഷോയിലൂടെ ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ഒരു വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോ ഇവിടെ സംഘടിപ്പിക്കുന്നു. ആ റോഡ് ഷോയിലൂടെ കൃത്യമായി തന്നെ എന്താണ് പാലയുടെ മനസ്സ് എന്ന്, പാലയുടെ പൾസ് എന്ത് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു റോഡ് ഷോ കൂടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും പാലാ നഗരത്തിലേക്ക് റോഡ് ഷോ പോവുകയാണ്. ഭരണങ്ങാനത്തു നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. ആ റോഡ് ഷോയിൽ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, പ്രവർത്തകർ ആവേശത്തോടെ പങ്കെടുക്കുന്നു. അവർക്കൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി പങ്കെടുക്കുന്നു. എന്തായാലും വലിയൊരു ആവേശത്തോടെ തന്നെയാണ് ഈ പാലാ നഗരം ഒന്നാകെ, പാലാ നിയോജക മണ്ഡലം ഒന്നാകെ ഈ ഒരു റോഡ് ഷോയെ പാലായിൽ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ബൈക്ക് റാലിയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം കൊണ്ട് തന്നെ റോഡ് ഷോ ശ്രദ്ധേയമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.